ചട്ടമ്പി സ്വാമികൾ അധ്യായം 9. വിജ്ഞാനദാഹിയായ വിപ്ലവകാരി. സംസ്കൃത ഭാഷയിൽ അറിവില്ലാത്തവർക്ക് ജീവിക്കുവാൻ അസാധ്യമായ ഒരു കാലഘട്ടത്തിലായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ ജനനം. അക്കാലത്ത് ജ്യോതിഷം, മന്ത്രവാദം, വൈദ്യവൃത്തി എന്നിവ ആർക്കും പഠിക്കാമായിരുന്നുവെങ്കിലും വേദം, വേദാന്തം, വ്യാകരണം എന്നിവ ബ്രാഹ്മണർക്ക് മാത്രമേ പഠിക്കുവാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. വിലക്കപ്പെട്ട ഈ വിജ്ഞാന മേഖലയിൽ കടന്നു ചെന്ന് അവിടെയുള്ള അമൂല്യമായ വിജ്ഞാന ഗ്രന്ഥങ്ങൾ പഠിച്ചെടുത്ത് ആത്മജ്ഞാനം ലഭിക്കുന്നവരെ മുനിതുല്യരായിട്ടാണ് കണക്കാക്കുന്നത്. അത്തരത്തിൽ വിലക്കപ്പെട്ട ദേവവിജ്ഞാന ഭണ്ഡാരത്തിലേക്ക് കടന്നു ചെന്ന് അതെല്ലാം തൻ്റെ പ്രതിഭ കൊണ്ട് സ്വായത്തമാക്കിയ മഹാഗുരുക്കന്മാരിൽ ഒരാളാണ് നവോത്ഥാന കേരളത്തിൻ്റെ സൗമ്യ വിപ്ലവകാരിയായ ചട്ടമ്പി സ്വാമികൾ. സ്വാമികളുടെ അതിഭയങ്കരമായ സർവകലാ വല്ലഭ ചൈതന്യത്തിന് കാരണം അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി തന്നെയാണ്. അഭ്യാസാനുഷ്ഠാനങ്ങൾ കൊണ്ട് കൈവന്നതല്ല ആ ശക്തി, അത് ജന്മസിദ്ധമാണ്. അക്കാലത്ത് കേരളത്തിലെ വൈജ്ഞാനിക സമ്പന്നരായ പ്രതിഭകളിൽ സ്വാമികൾക്ക് സമിശീർഷനായ മഹാപണ്ഡിതരായിരുന്ന കൈക്കുളങ്ങര രാമവാര്യർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഒരു അഭിപ്രായം ഉയർന്നു വന്നത് കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാനിൽ നിന്നായിരുന്നു. രണ്ടുപേരുമായി ധാരാളം സംവാദങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്ന തമ്പുരാന് അവരിൽ വിളയാടിയിരുന്ന പ്രതിഭാവിലാസത്തെക്കുറിച്ചും പാണ്ഡിത്യ ജ്യോതിത്തെക്കുറിച്ചും കറകളഞ്ഞ ബോധ്യമുണ്ടായിരുന്നു. സ്വാമികളുടെ ഓർമ്മശക്തിയെ പരീക്ഷിക്കുവാനെത്തിയ പ്രഗത്ഭ പണ്ഡിതൻ പുത്തേഴത്ത് നാരായണ മേനോൻ അതിനെക്കുറിച്ച് ഒരിക്കൽ വിസ്തരിക്കുകയുണ്ടായി. മേനോൻ അദ്ദേഹത്തെ പരീക്ഷിക്കുവാൻ കളിയാക്കി പറഞ്ഞപ്പോൾ അയ്യോ കുഴക്കല്ലേ എന്നായിരുന്നു സ്വാമികളുടെ മറുപടി. സ്വാമികൾക്ക് ഇംഗ്ലീഷ് ഭാഷ അറിഞ്ഞുകൂടായിരുന്നു. ഏതു സംഗതിയും ഒരിക്കൽ കേട്ടാൽ അദ്ദേഹത്തിന് മനഃപ്പാടമാകുമെന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് അറിവുള്ളവരെല്ലാം പറഞ്ഞിരുന്നത്. താനൊരു ഇംഗ്ലീഷ് പുസ്തകം വായിക്കാമെന്നും അത് കേട്ട് മനഃപ്പാടമാക്കി തിരിച്ചു പറയാമോ എന്നായിരുന്നു മേനോന്റെ പരീക്ഷണ ചോദ്യം. സാധിക്കുകയില്ല എന്ന് സ്വാമികൾ പറയുവാൻ തയ്യാറായില്ല. എങ്കിലും തനിക്ക് പരിചയമില്ലാത്ത ഭാഷയായതിനാൽ അല്പം സാവധാനത്തിൽ തിരിച്ചു വായിക്കണമെന്ന് സ്വാമികൾ പറഞ്ഞു. മേനോൻ തന്റെ മകൻ പഠിച്ചിരുന്ന ഇംഗ്ലീഷ് പാഠപുസ്തകം എടുത്ത് അതിൽ നിന്ന് 12 വരി സ്വാമികളെ വായിച്ചു കേൾപ്പിച്ചു. സ്വാമികൾ അതിൽ നിന്ന് 7 വരി കൃത്യമായി തിരിച്ചു ചൊല്ലി. അപ്പോഴേക്കും സ്വാമികളെ കാണുവാനായി ആരോ വന്നതുമൂലം ബാക്കി തടസ്സപ്പെട്ടു. ഒരു കാര്യം വായിച്ചു കേട്ടത് തൽക്ഷണം ചൊല്ലുന്നത് അത്ര പ്രയാസകരമായ കാര്യമൊന്നുമല്ലെന്നും കുറച്ചു സമയത്തിനു ശേഷം ഓർമ്മയിൽ നിന്നെടുത്ത് അത് ചൊല്ലുന്നതാണ് ഗൗരവമുള്ള ഓർമ്മശക്തിയെ പ്രതിഫലിപ്പിക്കുന്നതെന്നുമായിരുന്നു സ്വാമികളുടെ അഭിപ്രായം. കേട്ട കാര്യങ്ങളെ ഓർമ്മയിൽ ബന്ധിപ്പിച്ചിട്ടതിനു ശേഷം മറന്നു കളയണമെന്നതായിരുന്നു സ്വാമികളുടെ സിദ്ധാന്തം. സംശയങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്ന സ്വാമികളുടെ രീതി രസവഹമായിരുന്നു. ഒരിക്കൽ സ്വാമികൾ വടക്കൻ പറവൂരിൽ ഇടത്തിൽ വീട്ടിൽ താമസിക്കുന്ന നേരം ഒരു തിരുമുൽപ്പാട് സ്വാമിയോട് ഒരു സംശയ നിവാരണത്തിനായി അവിടെ എത്തിച്ചേർന്നു. മുജ്ജന്മമുണ്ടെന്ന് എങ്ങനെ വിശ്വസിക്കാം എങ്ങനെ ഒരു ചോദ്യത്തിന് തിരുമുൽപ്പാട് സ്വാമികളെ സമീപിച്ചത് അതിനുവേണ്ടിയായിരുന്നു. അതിന് സ്വാമികൾ തിരുമുൽപ്പാടുമായി താഴെ പറയുന്ന സംവാദം നടത്തി. സ്വാമികൾ പറഞ്ഞു, അങ്ങയുടെ പിതാവ് ആരാണ്? തിരുമുൽപ്പാട് പറഞ്ഞു, ചിത്രൻ നമ്പൂരിപ്പാട്. സ്വാമികൾ ചോദിച്ചു, അങ്ങയ്ക്ക് അതെങ്ങനെ അറിയാം? തിരുമുൽപ്പാട് പറഞ്ഞു, അമ്മയും ജ്യേഷ്ഠനും മറ്റു ബന്ധുക്കളുമൊക്കെ പറഞ്ഞറിയാം. സ്വാമികൾ പറഞ്ഞു, അപ്പോൾ അമ്മയും ജ്യേഷ്ഠനെയും ബന്ധുക്കളെയും വിശ്വാസമാണല്ലേ? തിരുമുൽപ്പാട്, അതെ. സ്വാമികൾ അപ്പോൾ പറഞ്ഞു, വിശ്വാസമുള്ളവർ പറഞ്ഞ അറിവല്ലാതെ അങ്ങയ്ക്ക് നേരിട്ട് ബോധ്യമില്ലല്ലോ. തിരുമുൽപ്പാട് പറഞ്ഞു, ഇല്ല, അതെങ്ങനെ ഞാൻ നേരിട്ടല്ലോ. സ്വാമികൾ പറഞ്ഞു, അങ്ങയ്ക്ക് വിശ്വാസമുള്ളവർ ചിലർ പറയുന്ന ചിത്രൻ നമ്പൂരിപ്പാടാണ് അങ്ങയുടെ പിതാവ്. അങ്ങത് ശരിയാണെന്ന് വിശ്വസിക്കും. അപ്പോൾ വിശ്വാസമാണല്ലോ പ്രമാണം. അതുകൊണ്ട് അങ്ങയ്ക്ക് വിശ്വാസമുള്ളവർ ആരെങ്കിലും മുജ്ജന്മമുണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാം. സ്വാമിയുടെ ആശ്രിതനും ശിഷ്യഗണങ്ങളിൽ ഒരാളുമായിരുന്ന ആറന്മുള നാരായണ വൈദ്യൻ സ്വാമികളെ സമീപിച്ച് താൻ നിത്യവും പരമാനന്ദ സ്വരൂപനായ ആത്മാവിനെ ധ്യാനിക്കുന്നുവെങ്കിലും തനിക്കൊട്ടും ആനന്ദം അനുഭവപ്പെടുന്നില്ലെന്ന് ആവലാതിപ്പെട്ടു. അതിന് സ്വാമികൾ ഇങ്ങനെ മറുപടി പറഞ്ഞു, മനസ്സിലിരിക്കുന്നതെല്ലാം പോയതിനു ശേഷമല്ലാതെ അതൊരിക്കലും അനുഭവപ്പെടുകയില്ല. ഒരിക്കലൊരു സംശയക്കാരൻ സ്വാമികളോട് ചോദിച്ചു, കിഴങ്ങ് തിന്നാലുണ്ടാകുന്ന പാർശ്വഫലം മാത്രമല്ലേ മുട്ട തിന്നാലും ഉണ്ടാവുകയുള്ളൂ? ഗർഭചിത്രം നടത്തിയാൽ ദോഷമൊന്നുമില്ലെങ്കിൽ മുട്ട തിന്നാലും ദോഷമൊന്നുമില്ല. പക്ഷേ ഗർഭചിത്രം കുറ്റക്കാരനാണെന്ന് ഗവൺമെന്റുകൾ പോലും ചട്ടമുണ്ടാക്കിയിരിക്കുന്നു എന്നായിരുന്നു സ്വാമികളുടെ മറുപടി. മുട്ടയടക്കമുള്ള സസ്യേതര ആഹാര സാധനങ്ങൾ സ്വാമികൾ കർശനമായി ഒഴിവാക്കിയിരുന്നു. വേദത്തിന്റെ അഭിവാജ്യ ഘടകമായ വ്യാകരണം അഭ്യസിക്കുന്നതിൽ ഒരു ലിഖിതമായ നിരോധനമുണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് സ്വാമികളുടെ ജനനവും വിദ്യാഭ്യാസവുമെല്ലാം. ന്യായം, വ്യാകരണം, വേദാന്തം, മീമാംസ മുതലായ ശാസ്ത്രരത്നങ്ങൾ സ്വാമിയുടെ പ്രതിഫലയിലും വിജ്ഞാന തൃഷ്ണയിലും വെളിച്ചം വീശിയെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇലക്കണശാസ്ത്രവും പാണിനീയ സൂത്രങ്ങളും അടിസ്ഥാനമാക്കി സ്വാമികൾ നടത്തിയ വ്യാഖ്യാനങ്ങൾ അദ്ദേഹത്തിന് ആ മേഖലയിലുള്ള പാണ്ഡിത്യം പ്രതിഫലിപ്പിക്കുന്നതാണ്. ഇരിങ്ങാലക്കുടയിൽ സ്വാമികൾ താമസിക്കുന്ന കാലത്ത് വ്യാകരണ പണ്ഡിതനായ ഒരു ശാസ്ത്രികൾ സ്വാമികളുടെ വ്യാകരണ പാണ്ഡിത്യം പരീക്ഷിക്കുവാനെത്തി.
എന്നാൽ സ്വാമികളുടെ വ്യാകരണ പാണ്ഡിത്യത്തിന് മുന്നിൽ ആ വൈകാകരണൻ പരാജയം സംഭവിച്ചു. വ്യാകരണ സൂത്രങ്ങൾ എന്തുകൊണ്ടാണ് ആ ഈ ഉൺ ഋഗ് എ ഓങ് എന്ന് തുടങ്ങുന്നതിന് കാരണമെന്നായിരുന്നു സ്വാമികളുടെ ചോദ്യം. അതിന് ശാസ്ത്രികൾക്ക് മറുപടി പറയുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ സ്വാമികൾ അതിന് കൃത്യമായൊരു വിശദീകരണം നൽകി. മനുഷ്യോൽപത്തിക്കും ഭാഷോൽപത്തിക്കും തമ്മിൽ സാമ്യമുണ്ടെന്നുള്ളത് വിശേഷിച്ച് പറയേണ്ടതില്ലല്ലോ. ഗർഭപാത്രത്തിൽ വെച്ച് മാത്രമല്ല, പ്രസവം വരെ പ്രജ പൂർണ്ണ മൗനം പൂണ്ടിരിക്കുന്നു. ജനനവേളയിലാണ് ശിശു ഒന്നാമതായി മൗനം ഭഞ്ജിക്കുന്നത്. മൗനഭഞ്ജനം ചെയ്യുന്നത് അഘോരാചാരണം മൂലമാണ്. അതിനാൽ ഭാഷയിലെ അക്ഷരമാല ആഘാരപൂർവമായിരിക്കുന്നതിൻ്റെ ഔചിത്യം കണ്ടുകൊള്ളുക. ഗർഭക്ലേശങ്ങളിൽ നിന്നും വിമുക്തി ലഭിച്ചതിന് ശേഷം സന്തോഷഭരിതമായ ഹൃദയത്തിൻ്റെ വ്യാപാരം സാമാന്യം ഒരു ചിരി രൂപത്തിൽ പ്രസരിക്കുന്നതിൻ്റെ ഫലമായി ഈകാരോച്ചരണം ഉണ്ടാകുന്നു. പിന്നീട് ശിശുക്കൾക്കുണ്ടാകുന്ന ബാഹ്യപ്രകൃതിയിലെ ശബ്ദാദികളിൽ നിന്നും ഉണ്ടാകുന്നത് ഭയമാണ്. അതുകൊണ്ട് ശിശു ഞെട്ടുകയും അതിൻ്റെ ശബ്ദ നിർഗമനം ഊകാരോച്ചരണമായി തീരുകയും ചെയ്യുന്നു. കർക്കശക്കാരനായ ഒരു തർക്കക്കാരനായിരുന്നു സ്വാമികൾ. വിമർശനങ്ങളും വാദപ്രതിവാദങ്ങളും ഒരു കൗതുകത്തിനു വേണ്ടി തർക്കിക്കുന്നത് സ്വാമികൾക്ക് ഇഷ്ടമല്ലായിരുന്നു. തർക്കശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നിരവധി ഗ്രന്ഥങ്ങൾ സ്വാമികൾ പഠിച്ചിട്ടുണ്ട്. അന്നം ഭട്ടി എന്ന തർക്കരഹസ്യ രത്നം എന്നീ ലളിതസുന്ദരമായ മലയാള വ്യാഖ്യാനം സ്വാമികൾ രചിക്കുകയുമുണ്ടായി. ചിന്തകനും പണ്ഡിതനും സ്വാമികളുടെ ആശ്രിത വത്സലനുമായിരുന്ന പന്നിശ്ശേരി നാണുപിള്ള സ്വാമികളുടെ ഈ സിദ്ധി ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. മഹാബുദ്ധിമാന്മാരായ പണ്ഡിത വൈര്യന്മാർ പോലും ദുർഗ്രഹമെന്ന് കരുതി അകറ്റിവെച്ചിരുന്ന ഖണ്ഡനഘാദ്യം എന്നുപോലെയുള്ള പ്രൗഢഗ്രന്ഥങ്ങളിലെ അസാധാരണമായ യുക്തിവിലാസങ്ങളെ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ അവയിലെ യുക്തിഭാവങ്ങൾ ആർക്കും അനായാസം മനസ്സിലാകുന്ന വിധം സ്വാമികൾ അത് വ്യാഖ്യാനിക്കാറുണ്ടായിരുന്നുവെന്ന് ശ്രീ നാണുപിള്ളയ്ക്ക് അനുഭവമുണ്ടായതായി അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പാശ്ചാത്യ ദർശനികരുടെ ചില സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ച് സ്വാമികളെ ഒന്ന് പരീക്ഷിച്ചാലോ എന്ന് പിള്ളയ്ക്ക് ഒരിക്കൽ തോന്നിയെങ്കിലും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെക്കുറിച്ച് ബോധ്യമായപ്പോൾ ശ്രീ നാണുപിള്ള അതിൽ നിന്ന് പിൻവാങ്ങുകയാണ് ഉണ്ടായത്. ആട് കടിച്ച് നോക്കാത്ത ഇലയില്ല എന്ന പഴമൊഴിവിലെ പോലെ സ്വാമികൾ കൈവച്ച് നോക്കാത്ത ശാസ്ത്രമേഖലകളില്ലായിരുന്നു. ജ്യോതിഷം, വൈദ്യം, മന്ത്രവാദം എന്നിവയിൽ സ്വാമികൾക്ക് അഗാധമായ അവഗാഹമുണ്ടായിരുന്നു. പ്രശ്നചിന്തകളിലും ഫലഭാഗ വിചാരത്തിലുമെല്ലാം സ്വാമികൾ ശരിക്കും ഒരു ദൈവജ്ഞൻ തന്നെയായിരുന്നു. നിരവധി മാന്ത്രിക ഗ്രന്ഥങ്ങളും താന്ത്രിക ഗ്രന്ഥങ്ങളും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മന്ത്രവാദിയായി പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് ഒട്ടും താൽപര്യമില്ലായിരുന്നു. മന്ത്രവാദ കർമ്മങ്ങളിൽ മൃഗബലി ഒട്ടും പാടില്ലെന്ന് വിശ്വസിച്ചിരുന്ന സ്വാമികൾ മൃഗങ്ങൾക്ക് പകരം കുമ്പളങ്ങ ഉപയോഗിച്ച് അത്തരം കർമ്മങ്ങൾ നിർവഹിക്കണമെന്ന് അഭിപ്രായക്കാരനായിരുന്നു. ആയുർവേദത്തിൽ വിപുലമായ ജ്ഞാനമുണ്ടായിരുന്ന സ്വാമികൾക്ക് ചെടികളുടെ ഔഷധ ഗുണം നല്ലതുപോലെ അറിയാമായിരുന്നു. ഏത് രോഗത്തിനും ഒറ്റമൂലികൾ ഉപയോഗിച്ച് രോഗശമനം ഉണ്ടാക്കുവാനുള്ള സവിശേഷമായ സിദ്ധി സ്വാമികൾക്കുണ്ടായിരുന്നു. അപസ്മാരം, വസൂരി, വിഷൂജിക, മലമ്പനി എന്നിവ ശമിപ്പിക്കുന്നതിനുള്ള ഔഷധങ്ങളെക്കുറിച്ച് സ്വാമികൾക്ക് നല്ല പരിജ്ഞാനമുണ്ടായിരുന്നു. തത്വശാസ്ത്രം, മർമ്മശാസ്ത്രം എന്നിവയിൽ സ്വാമികൾക്ക് നല്ല അറിവുണ്ടായിരുന്നതായി ചില സാക്ഷ്യങ്ങൾ നൽകപ്പെടുത്തിയിട്ടുണ്ട്. എറണാകുളത്തെ ഇടപ്പള്ളിയിൽ വെച്ച് തന്നെ ആക്രമിക്കുവാൻ വന്നവരെ അദ്ദേഹം മർമ്മപ്രയോഗത്തിലൂടെ പ്രതിരോധിക്കുകയുണ്ടായി. ഈ ശാസ്ത്രങ്ങളെല്ലാം ആവശ്യ സന്ദർഭങ്ങളിൽ മാത്രമേ അദ്ദേഹം പ്രയോഗിച്ചിരുന്നുള്ളൂ. സകലകലാ വല്ലഭനായിരുന്നുവെങ്കിലും ചട്ടമ്പി സ്വാമികൾക്ക് സംഗീതത്തോട് സവിശേഷമായ പ്രതിപത്തി ഉണ്ടായിരുന്നു. സ്വാമികൾ വെറും ഒരു ഗായകൻ മാത്രമായിരുന്നില്ല, ഗാനശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു. ഏത് സംഗീത ഉപകരണവും സ്വന്തം മനോധർമ്മം ഉപയോഗിച്ച് പ്രയോഗിക്കുവാനുള്ള സ്വാമികളുടെ കഴിവ് അപാരമായിരുന്നു. തൻ്റെ വാദ്യോപകരണങ്ങൾ അദ്ദേഹത്തെ രസകരമായ പേരുകൾ നൽകിയിരുന്നു. മൃദംഗത്തെ അഗസ്ത്യനെന്നും കൈമണിയെ ചിരുതിയെന്നും ഗിഞ്ചറയെ രുക്മിണിയുമെന്നുമാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത്. തന്ത്രവാദ്യങ്ങളെക്കാൾ തുകൽവാദ്യങ്ങളായ ചെണ്ട, മൃദംഗം, മുട്ടുക്ക്, ഇടയ്ക്ക, പാണി, നന്ദുണി, ഗിഞ്ചിറ എന്നിവയോടായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം. ഹിന്ദുസ്ഥാനി, കർണാടക സംഗീത ശൈലികൾ അദ്ദേഹത്തിന് താല്പര്യമുള്ളവയായിരുന്നു. ഏത് ഗാനം കേട്ടാലും കയ്യിലുള്ള ഇരുമ്പ് മോതിരം കൊണ്ട് അദ്ദേഹം താളം പിടിക്കുമായിരുന്നു. ഉന്നിക്കുരു കയ്യിൽ വെച്ചുകൊണ്ട് അത് താഴെ വീഴാതെ ചെണ്ട പ്രയോഗിക്കുകയും ഇടയ്ക്കുടെ ചരടുകളിൽ വിരലുകൾ മാറി മാറി പ്രത്യേക തരത്തിൽ പ്രയോഗിച്ചു കണ്ട് കർണാനന്ദകരമായ ശ്രാമങ്ങൾ ആവിഷ്കരിക്കുകയും സ്വാമികൾക്ക് സാധിച്ചിരുന്നു. ഗിഞ്ചിറ എന്ന സംഗീതോപകരണമായിരുന്നു സ്വാമികൾക്ക് ഏറ്റവും പ്രിയം. തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രശസ്തരായ ഗിഞ്ചിറ വായനക്കാർ പോലും സ്വാമികളുടെ മുന്നിൽ അട്ടിയറവ് പറഞ്ഞിട്ടുണ്ട്. പ്രശസ്ത തകൽ വിദ്വാനായിരുന്ന കണ്ടമാല അല്പം അനാദരവ് പ്രകടമാകുന്ന രീതിയിലാണ് ഒരിക്കൽ സ്വാമികളെ കാണുവാനെത്തിയത്. തൻ്റെ അടുത്തിരിപ്പുണ്ടായിരുന്ന ഗിഞ്ചിറയെടുത്ത് അത് വായിക്കുവാൻ സ്വാമികൾ കണ്ടമാലയോട് പറഞ്ഞു. കണ്ടമാല അത് വായിച്ചുകൊണ്ടിരിക്കെ നീലാംബരി യാഗം വായിച്ച് മൂർധന്യത്തിലെത്തുമ്പോൾ അതെങ്ങനെ കൊട്ടിയെടുക്കുമെന്ന് സ്വാമികൾ കണ്ടമാലയോട് സംശയം ചോദിച്ചു. അതിന് മറുപടി പറയുവാനാകാതെ ആ സംഗീത വിദ്വാൻ അമ്പരന്ന് പോയി. അങ്ങനെ ഒരു കാര്യം അയാളുടെ സങ്കല്പത്തിൽ പോലും ഇല്ലായിരുന്നു.
അതിശയിച്ചു പോയ കണ്ടമാല സ്വാമിയെ വരുവാൾ മുരുകൻ താൻ എന്ന് പ്രകീർത്തിച്ചുകൊണ്ട് സ്വാമിയോട് യാത്ര പറഞ്ഞിറങ്ങി. ഏതുപകരണത്തിലും സംഗീതം കണ്ടെത്തുന്ന ശീലം സ്വാമികൾക്കുണ്ടായിരുന്നു. ഒരു കുടം കിട്ടിയാൽ അത് വയറ്റത്ത് കമിഴ്ത്തി വെച്ച് കുട്ടി കയറുന്നതിൽ അദ്ദേഹം കൗതുകം കൊണ്ടിരുന്നു. പതിഞ്ഞ ശബ്ദമായിരുന്നു സ്വാമികളുടേത്. സ്ത്രൈണത കലർന്ന ശബ്ദത്തിലായിരുന്നു അദ്ദേഹം പാടിയിരുന്നത്. സംഗീതം പോലെ തന്നെ ചിത്രരചനയിലും അഭിനയത്തിലും അദ്ദേഹം താല്പര്യം കാണിച്ചിരുന്നു. ചിത്രമെഴുത്ത് KM വർഗീസ് ചിത്രമെഴുത്തിനുള്ള സ്വാമികളുടെ പാണ്ഡിത്യത്തെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ചിത്രമെഴുത്തിൽ KM വർഗീസിന്റെ ഗുരുവായിരുന്ന ശ്രീ മുകുന്ദൻ തമ്പിയുടെ ചിത്രരചനയുടെ പ്രത്യേകതകൾ സ്വാമി പറയുകയുണ്ടായി. ഈശ്വരാനീനമായ ചൈതന്യം സൂചിക്കും വിധത്തിലുള്ള ദേവീ ദേവന്മാരുടെ ചിത്രരചന മുകുന്ദൻ തമ്പി അനായാസേനെ നിർവഹിക്കുന്നതിന് പിന്നാലെ ആധ്യാത്മിക ചൈതന്യത്തെയാണ് സ്വാമികൾ പ്രകീർത്തിച്ചത്. ആ ചിത്രങ്ങളുടെ അസാധാരണമായ വർണ്ണവിന്യാസം, ഭാവം, ചൈതന്യം എന്നിവയെക്കുറിച്ച് സ്വാമികൾ പണ്ഡിതോചിതമായി തന്നെ സംസാരിക്കാറുണ്ടായിരുന്നു. ബംഗാളി ചിത്രകല പേർഷ്യൻ ചിത്രകലകളുടെയും അജന്ത എല്ലോറ ഗുഹാചിത്രങ്ങളുടെയും ഒരു മിശ്രിത സംവിധാനമാണെന്നും കേരളീയ ചിത്രകല ഇതിനെല്ലാം നിന്നും വ്യത്യസ്തമാണെന്നുമായിരുന്നു സ്വാമികളുടെ നിരീക്ഷണം. കേരളീയ സംസ്കൃതിയോട് കൂടുതൽ ഇണങ്ങിച്ചേർന്ന രാജാ രവിവർമ്മ ചിത്രങ്ങളായിരുന്നു ഇതിനേക്കാളും ശ്രേഷ്ഠമെന്ന് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു സ്വാമികൾ. കഥകളി പദങ്ങൾ സോപാന സംഗീതത്തിൻ്റെ ശൈലിയിൽ പാടുവാൻ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. പദങ്ങൾ പാടുന്നതോടൊപ്പം വേഷങ്ങൾ അഭിനയിക്കുവാൻ അദ്ദേഹത്തിന് കഴിവിനെക്കുറിച്ചുള്ള കാര്യങ്ങളും കഥകളിയിൽ താല്പര്യമുള്ള ചില ആസ്വാദകർ എഴുതിയിട്ടുണ്ട്. സ്വാമിയുടെ കഥകളിലുള്ള അഭിനയ സാമർഥ്യത്തെക്കുറിച്ച് കരുവ കൃഷ്ണനാശാൻ തൻ്റെ സ്മരണയിൽ രേഖപ്പെടുത്തി കാണുന്നു. ഇരവിപുറത്ത് കോട്ടൂർ പരമേശ്വരൻ പിള്ളയുടെ വീട്ടിൽ വിശ്രമിക്കുന്ന കാലയളവിൽ ഒരു ദിവസം സ്വാമികൾ പ്രശസ്തരായ ഒരു കഥകളിക്കുട്ടി വിദ്വാനെ വരുത്തി അത് തോളിൽ താങ്ങിക്കോ എന്ന് വായ്ത്തരികുട്ടി പരിശീലിക്കുന്നുണ്ടായിരുന്നു. നളചരിതം കഥകളിൽ ദമയന്തിയെ തോളിൽ താങ്ങുന്ന കാട്ടാളന്റെ ഭാഗം അഭിനയിക്കുന്നതിനുള്ള തയ്യാറെടുപ്പാണ് സ്വാമികൾ നടത്തിയിരുന്നത്. ആ ഭാഗം അഭിനയിക്കുന്നത് വളരെ ക്ലേശകരമായ ഒന്നായിരുന്നു. തോളിൽ താങ്ങുന്ന ഭാഗം അഭിനയിക്കുമ്പോൾ നടൻ നിലത്ത് നിന്ന് കാൽ പറിച്ച് ആകാശത്തിൽ വിലങ്ങനെ കിടക്കുന്നത് പോലെ കാണിച്ചു അത്രേ. അതുപോലെ തനിക്ക് കാണിക്കുവാൻ പറ്റുമോ എന്ന് പരീക്ഷിച്ചു നോക്കുവാൻ സ്വാമികൾ നടത്തിയ ഏർപ്പാടായിരുന്നു അത്. 16 തവണ സ്വാമികൾ ഇത് കാണിച്ചുവെന്നാണ് കരുവ കൃഷ്ണൻ നായർ പറയുന്നത്. ആ പ്രകടനം കാണികളെ അത്ഭുതപ്പെടുത്തിയെന്നും അദ്ദേഹം അനുഭവക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. ഒരു സാഹിത്യകാരൻ എന്ന നിലയിൽ സ്വാമികളുടെ കൃതികൾ ആഴമേറിയ ചിന്തകൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടതാണ്. ചട്ടമ്പി സ്വാമികൾ പല പുസ്തകങ്ങളും എഴുതിയത് ചില നിർബന്ധനങ്ങളും ആവശ്യങ്ങളും ഉയർന്നപ്പോഴാണ്. ഒഴിവാക്കുവാൻ വയ്യാത്ത സന്ദർഭങ്ങളിൽ മാത്രമേ സ്വാമികൾ എഴുതുവാൻ തയ്യാറായുള്ളൂ. യാത്രയ്ക്കിടയിൽ ചെറിയ തുണ്ടുകടലാസിൽ എഴുതി ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനാ പ്രക്രിയ. ഒരിക്കലും ഒരു നിശ്ചയ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എഴുതിയിരുന്നില്ല. രചനകൾ, ലേഖനങ്ങൾ, നിരൂപണങ്ങൾ, കത്തുകൾ എന്നിങ്ങനെയുള്ള രൂപങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ രചന. സാഹിത്യാഭിരുചി അദ്ദേഹത്തിൻ്റെ ജന്മനാ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെ പരിപോഷിക്കുവാനുള്ള ശ്രമമൊന്നും സ്വാമികളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അദ്ദേഹം ഏറ്റവും മനോഹരമായി എഴുതിയിട്ടുള്ളത് ഒറ്റ ശ്ലോകങ്ങളാണ്. ഭജനകൾ സംഗീത മാധുരി കൊണ്ട് സമ്പന്നം. സർവമത സാരസ്യം, പുനർജന്മ നിരൂപണം, ആദിഭാഷ മുതലായ ദീർഘലേഖനങ്ങളാണ്. അവ പിന്നീട് ഗ്രന്ഥങ്ങളായി. ശ്രീ ചക്രപൂജാവിധി വ്യാഖ്യാന ഗ്രന്ഥമാണ്. ഈ പുസ്തകങ്ങൾ കാരുണ്യം ചെയ്യുന്ന വിഷയങ്ങളുടെ വൈപുല്യവും വെച്ച് നോക്കിയാൽ സ്വാമികളുടെ വിജ്ഞാനത്തിന് പരിധികളില്ലെന്ന് തോന്നിപ്പോകും. സ്വാമികൾ എഴുതിയ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ വിജ്ഞാനം വർദ്ധിപ്പിക്കുന്നവയാണ്. സ്വാമികളുടെ ഭേദാധികാരി നിരൂപണവും പ്രാചീന മലയാളവും വിമർശന സാഹിത്യശാലയ്ക്ക് വിലപ്പെട്ട സംഭാവനകളാണ്. ക്രിസ്തുമത നിരൂപണവും മോക്ഷപ്രദീപ ഖണ്ഡനവും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലമാണ് സ്വാമികൾ എഴുതിയത്. സ്വാമികളുടെ രചനകളിൽ ഏറ്റവും കൗതുകകരം അദ്ദേഹത്തിൻ്റെ കത്തുകളാണ്. കാര്യമാത്ര പ്രസക്തങ്ങളാണെങ്കിലും ചിലപ്പോൾ ഒരു പ്രപഞ്ചം തന്നെ അതിൽ പ്രതിഫലിക്കുന്നുണ്ടെന്ന് കാണാം. നല്ല ഭംഗിയുള്ള കൈപ്പടയായിരുന്നു സ്വാമികളുടേത്. അക്ഷരങ്ങൾ ഒന്നിനൊന്ന് തൊടാതെ ഭംഗിയായി നിരത്തി വെച്ചിരിക്കുന്നത് പോലെയായിരുന്നു ആ കൈപ്പട. കേരളത്തിൻ്റെ സാംസ്കാരിക വികസനത്തിന് കാരണമാകുവാൻ അദ്ദേഹത്തിന് കൃതികൾ സാധിച്ചിട്ടുണ്ട്. സൗന്ദര്യരാധകരായ ഒരു എഴുത്തുകാരനായല്ല, സത്വാന്വേഷകനും വിപ്ലവകാരിയുമായ ഒരു പ്രവാചക തുല്യനെയാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതികളിൽ നാം കാണുന്നത്. ഭാഷാപരമായ ഗവേഷണങ്ങൾ മാത്രമല്ല, ഭൂമിശാസ്ത്രപരമായ അന്വേഷണങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഒരു തേഞ്ഞ കുറ്റി പെൻസിലും ഒരു കീറക്കടലാസും ഉപയോഗിച്ച് ഇംഗ്ലീഷ് ഭാഷയിൽ അറിവില്ലാത്ത സ്വാമികൾ ചിത്രരേഖകൾ സ്വന്തം ഓർമ്മയിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് കേരള ചരിത്രത്തിലൂടെയും ദ്രാവിഡ ഭാഷാ ചരിത്രത്തിലൂടെയും ധൈര്യപൂർവ്വം സഞ്ചരിച്ച് കാണുന്നു. അത് അത്ഭുത താരങ്ങളെയോടെ അല്ലാതെ അവയെ നിരീക്ഷിക്കുവാൻ ആർക്കും സാധ്യമല്ല. നാടോടി പാട്ടുകളും ചരിത്രകഥകളും ഐതിഹ്യങ്ങളും ഓർമ്മയിൽ കരുതി വെച്ചിരുന്ന മറ്റൊരു ബുദ്ധിജീവിയെ ആ കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കുവാനാവില്ല. ഏതു വിഷയത്തെയും സസൂക്ഷ്മം നിരീക്ഷിച്ചും അപഗ്രഹിച്ചും അതിലടങ്ങിയിരിക്കുന്ന അടിസ്ഥാന ഭാവത്തെ അനാവരണം ചെയ്യുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ ശേഷിയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളാണ് പ്രാചീന മലയാളവും ആദിഭാഷയും. ആദിഭാഷയെ ആദ്യം എഴുതിയത് തമിഴിലായിരുന്നു. പിന്നീട് പണ്ഡിതനായ പന്നിശ്ശേരി നാണുപിള്ളയെ കൊണ്ട് സ്വാമികൾ അത് മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്യിപ്പിക്കുകയായിരുന്നു.
ജന്തുക്കളുടെ ഉൽപ്പത്തി ശ്രീലങ്കയുടെ മേൽഭാഗത്തുള്ള ഭൂഖണ്ഡത്തിലായിരുന്നുവെന്നും ആദിഭാഷ മൂലദ്രാവിഡ ഭാഷയാണെന്നും സ്വാമികൾ ഈ ഗ്രന്ഥത്തിലൂടെ സമർത്ഥിക്കുവാൻ ശ്രമിക്കുന്നു. ഇക്കാര്യത്തിലുള്ള സ്വാമികളുടെ അടിയുറച്ച നിഗമനങ്ങൾ ശ്രദ്ധേയമാണ്. ദേശനാമങ്ങളെക്കുറിച്ചും സ്വാമികൾ പഠനം നടത്തിയിട്ടുണ്ട്. സ്ഥലനാമങ്ങളുടെ ഉത്ഭവം 3 വിധത്തിൽ സംഭവിക്കുന്നതാണെന്നായിരുന്നു സ്വാമികളുടെ നിരീക്ഷണം. ഭൂമിയുടെ കിടപ്പും ഗുണവുമാണ് ആദ്യത്തേത്. പ്രഭുക്കളുടെ സ്ഥാനമാണ് രണ്ടാമത്തെ ഘടകം. മൂന്നാമത്തേത് ക്ഷേത്രദേവനാമങ്ങളുടെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇത്തരം യുക്തികളെ അടിസ്ഥാനമാക്കി സ്വാമികൾ നടത്തിയ ചില നിരീക്ഷണങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ശിവസിന്ദൂരപരം ലോപിച്ചുകൊണ്ട് ചിമ്പേന്തപുരവും തുടർന്നത് ശുചീന്ദ്രവുമായി തീർന്നു. അരുവിപ്പാട് ഹരിപ്പാടായി രൂപപ്പെട്ടു. ഈറൈനാർകുളം എറണാകുളമായി. അങ്ങനെ എല്ലാ ദേശനാമങ്ങളും സ്വാമികളുടെ സുസൂക്ഷ്മമായ പഠനത്തിന് വിധേയമായിട്ടുണ്ട്.